പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലൂടെ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവാത്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ ഒരു വചനചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാമല്ലോ. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 7-8 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തം കൊണ്ട് അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിതമായ ഒരു ദൈവിക ദൂതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിനകത്തൂടെ നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരുപക്ഷെ എല്ലാവരും ഒരുപാട് ജീവിത സാഹചര്യത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിനകത്തൂടെ ഒരുപാട് പേര് സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഈ ലോകത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവാത്മാവാണ് ഇവിടെ വളരെ വ്യക്തതയോടെ പറയുകയാണ്, ഇവിടെ ഒരു കൂട്ടം ജനം അടിമത്ത മേഖലകൾക്കകത്ത് കിടക്കുകയാണ്. ഒരു കൂട്ടം ജനം, വലിയ ജനം, പെരുക്കമുള്ള ജനം, ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന ജനം, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ജനം ഇപ്പോൾ കിടക്കുന്നത് മിസ്രൈമിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അടിമത്ത മേഖലകൾക്കകത്ത് നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല. ഫറവോന്റെ ആധിപത്യം അവരെ വല്ലാതെ ഞെരുക്കുന്നുണ്ട്, അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, അവരെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഈ ഒരു അനുഭവത്തിന്റെ നടുവിൽ അവർ ദൈവത്തിന് ജനമായതുകൊണ്ട് അവർക്ക് ദൈവം ഒരു വിടുതൽ കൽപ്പിക്കുന്ന നാടുകളുണ്ട് എന്ന് വളരെ വ്യക്തതയോടെ നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവം തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം തന്നെ തീരുമാനിക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. കർത്താവ് പറയാം, അവർ എന്റെ ജനമാണ്. പക്ഷെ ഇവർ കിടക്കുന്നത് മിസ്രൈമിലാണ്. ഇവർ കിടക്കുന്നത് അടിമത്ത മേഖലകൾക്കകത്താണ്. ഇവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇവർ കിടക്കുന്നത് ടാലന്റുള്ള, കഴിവുള്ള, നിറവുള്ള, എന്തുകൊണ്ടും യോഗ്യത ഒക്കെ പറയാനുള്ളവരാണെങ്കിലും ഇവർ കിടക്കുന്നത് മിസ്രൈമിലാണ്. ഒരു അടിമത്ത മേഖലകൾക്കകത്താണ് ഈ ജനം കിടക്കുന്നത്. പക്ഷെ ദൈവം പറയുകയാണ്, അവർ എന്റെ ജനമാണ്. അതുകൊണ്ട് ദൈവം ഇന്ന് പകലിൽ നമ്മെ നോക്കി പറയുന്നു. ഒരുപക്ഷെ കഷ്ടതയുടെ നടുവിലായിരിക്കും ഞാൻ നിങ്ങൾ നിൽക്കുന്നത്, തീച്ചുളയുടെ നടുവിലായിരിക്കും ഒരു പക്ഷെ ഞാനും നിങ്ങളും കിടക്കുന്നത്. പക്ഷെ നമ്മെ നോക്കി ദൈവം പറയുകയാണ്, നീയും ഞാനും ദൈവത്തിന്റെ ജനമാണ്. സ്തോത്രം. മാത്രമല്ല ഇങ്ങനെ പറയുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അപ്പൊ കഷ്ടത കാണാൻ ആരുമില്ല, കഷ്ടത അറിയാനോ കേൾക്കാനോ ആർക്കും തന്നെ താല്പര്യമില്ല. കാരണം എപ്പോഴും എല്ലാവരും സന്തോഷത്തെയാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തെ നല്ല ആനന്ദിപ്പിക്കാൻ കഴിവുള്ള, മറ്റുള്ളവരെ പോലും സന്തോഷിപ്പിക്കാൻ, എൻകറേജ് ആകുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു പക്ഷെ സങ്കടങ്ങൾ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരെയും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മെ നോക്കി പറയാണ്, നിന്റെ കഷ്ടത ഞാൻ കണ്ടു. മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. കർത്താവ് പറയാണ്, ഇവർ എന്റെ ജനമാണ്. മാത്രമല്ല ഇവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുകയാണ്. മറ്റെല്ലാവരും നന്മ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഫറവോനാണെങ്കിൽ ഒരു ഫലത്തെ, ഒരു ഭയങ്കര റിസൾട്ടിനെ ആഗ്രഹിക്കുമ്പോൾ, ഇവർ ചെയ്യുന്ന അധ്വാനം കൊണ്ട് നല്ലൊരു റിസൾട്ടാണ് ഫറവോനെ മണ്ഡലം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ അവരുടെ റിസൾട്ടിനേക്കാൾ ദൈവം കാണുന്നവരുടെ കഷ്ടതയാണ്. നീ ഒരു റിസൾട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടി നീ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ഫലത്തിലേക്ക്, ഒരു ഫലത്തെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളുണ്ടല്ലോ, അത് ദൈവം കണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്താൻ ഒരുപാട് കാര്യങ്ങൾക്കകത്തൂടെ കയറി ഇറങ്ങുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അവരെടുക്കുന്ന എഫേർട്ട്, അവരതിനു വേണ്ടി അതിജീവിച്ച അതിജീവനത്തിന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മറ്റാരും കാണുന്നില്ല, ഇത് കാണാനോ കേൾക്കാനോ ഒരുപക്ഷെ ആരും റെഡിയാകുന്നില്ല. പക്ഷെ ദൈവം പറയുകയാണ്, ആ കഷ്ടത ഞാൻ കണ്ടു. ദൈവം ഉറപ്പിച്ചു പറയുകയാണ്, ഞാനത് കണ്ടിരിക്കുകയാണ്, നിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അപ്പൊ കഷ്ടത മാത്രമല്ല, അവരെ നിലവിളിപ്പിക്കുന്ന ശക്തി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു നിലവിളിയുടെ മധ്യത്തിൽ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതുപോലെ, നിലവിളിപ്പിക്കുന്നത് പോലെ, നിലവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെയുള്ള സിറ്റുവേഷന്റെ നടുവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധം വളരെ ശക്തിയോടെ പറയുകയാണ്, നീ ഭാരപ്പെടേണ്ടതില്ല. കാരണം നിന്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ കഷ്ടതയെ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ വേണ്ടി പോകുകയാണ്.
ഇവിടെ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. അപ്പൊ കഷ്ടത കാണുന്ന ഒരു ദൈവം. രണ്ടാമത് പറയാൻ, ആ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ ശബ്ദം, നമ്മുടെ വിങ്ങലുകൾ, നമ്മുടെ തേങ്ങലുകൾ ഇത് ദൈവം കേട്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, അവൻ കഷ്ടത ഞാൻ കണ്ടു, അത് കാണാനുള്ളതാ, പക്ഷെ നിലവിളി അത് കേൾക്കുകയാണ്. അകത്തളത്തിൽ നീ ആരും കാണാതെ നിലവിളിച്ചത്, നീ ആരും കാണാതെ പരാതിപ്പെട്ടത്, ആ ശബ്ദങ്ങൾ, ആ തേങ്ങലുകൾ എല്ലാം ദൈവസന്നിധിയിൽ കേട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അത് ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ വിളി, നിലവിളി കേട്ടിരിക്കുന്നു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിന്റെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കറുത്ത പറയാ, നിന്റെ സങ്കടങ്ങൾ ഏതിനെ കുറിച്ചാണോ നിനക്ക് സങ്കടമായിട്ടുള്ളത്, നിനക്ക് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന, ദുഃഖം വരുത്തുന്ന അനുഭവങ്ങൾ ഏതാണോ അത് ഞാൻ അറിയുകയാണ്. അതായത് നിന്റെ സബ്ജക്റ്റ് ഞാൻ അറിയുന്നെന്ന കർത്താവ് പറഞ്ഞ്, നീ ഏതിന്റെ അകത്താണോ നിലവിളിക്കുന്നത് അത് കർത്താവ് അറിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, അവരെ നല്ലത് വിശാലവുമായ ദേശത്തേക്ക്, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കും. കർത്താവ് പറയും, ഞാനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു. മറ്റുള്ളവരല്ല, ഒരുപക്ഷെ നിന്റെ കാര്യത്തിൽ ആരും തീരുമാനമെടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ സ്വർഗം പറയും, ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്താ തീരുമാനം? മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണം. അടിമത്ത മേഖലകൾക്കകത്ത് നിന്ന് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. നിന്റെ രോഗമാകുന്ന അടിമത്തത്തിനകത്ത് നിന്ന് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. നിന്റെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇറിറ്റേഷൻ മൈൻഡിനകത്ത് നിന്ന് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. ഡിപ്രഷൻ മൈൻഡിൽ നിന്ന് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. മറ്റുള്ളവരെ സംഘർഷപ്പെടുന്ന അനുഭവത്തിനകത്ത് നിന്ന് എനിക്ക് നിന്നെ കൊണ്ടുവരണം. അപ്പോൾ തന്നെ പറയുക, ഹാലല് ബാധ്യതകളും അല്ലെങ്കിൽ മറ്റു സംഘർഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അനുഭവമുള്ള ആ ഒരു തലത്തിൽ നിന്ന് എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരണം. അത് ദൈവം നമ്മെ നോക്കിയെടുക്കുന്ന തീരുമാനമാണ്. ഇന്നിന്റെ സിറ്റുവേഷന്റെ അകത്ത് ഒരുപക്ഷെ നീ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നീ മുന്നോട്ട് പോകുമ്പോഴും ഒരുപക്ഷെ നിന്നെ നയിക്കുന്നത് ഇല്ലെങ്കിൽ നീ ഫേസ് ചെയ്തത് ഇങ്ങനെയുള്ള അസ്വസ്ഥതയാണെങ്കിലും ഒരുപക്ഷെ നീ പലർക്കും ഒരു ഉത്തരമായി മാറുമ്പോഴും, നീ പലർക്കും ഒരു ഉത്തരമായി ആൻസറായി വെളിപ്പെട്ട് വരുമ്പോഴും, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് അറിഞ്ഞ് കേട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഇന്ന് പകലിൽ എത്ര പേർക്ക് ആവശ്യമുണ്ട്? അവരവരുടെ വിഷയങ്ങൾക്കകത്തേക്ക് ആ ദൈവിക സാന്നിധ്യത്തെ ഒന്ന് വെളിപ്പെടുത്താൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? നിന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ, നിന്റെ വ്യക്തിപരമായി ആരോടും പറയാൻ കഴിയാത്തില്ലാത്ത, നീ മാത്രം അനുഭവിക്കുന്ന നിന്റെ വ്യക്തിപരമായ വിഷയത്തിലേക്ക്, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്തേക്ക് നീ പ്രയാസപ്പെടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ ഏരിയകൾക്കകത്തേക്കും എന്റെ ദൈവം ഇറങ്ങി വരാൻ ശക്തനാണ്. ഈ വചനത്തിലൂടെ അതൊരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. എങ്കിലും ദൈവം നിന്റെ ദൂത് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മെ നോക്കി ഇറങ്ങി വരുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, ഇന്ന് പകലിൽ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയാം, നല്ലതും വിശാലമായി ദേശത്തേക്ക്. അടുത്തൊരു സ്റ്റെപ്പ് നല്ലതാണ്. അടുത്തൊരു ചുവടെടുപ്പ് വെക്കുന്നത് പരാജയത്തിലേക്കല്ല. അടുത്ത തലം, അടുത്തൊരു സ്റ്റെപ്പ് നീ വെക്കുന്നത് വിജയത്തിലേക്കായിരിക്കും. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കാൻ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഞാൻ ഇറങ്ങി വരികയാണ്. പ്രൈസലോട്. ഒരുപക്ഷെ ആരും നിന്റെ കൂടെ ഇല്ല എങ്കിലും ദൈവം ഇറങ്ങി വന്ന് അതിന്റെ ഓരോ ചുവടുകളെ സക്സസ് ആക്കാൻ, വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം റെഡിയാണ്. അതുകൊണ്ട് എത്ര പേർക്ക് ഒരു സമർപ്പണത്തിലൂടെ ദൈവപാദപീഠത്തിലേക്ക് ഒന്നടുത്ത് വരാൻ കഴിയും? ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ സകല കഷ്ടതകൾക്കകത്തുനിന്നും വിടുവിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ, ഇല്ലെങ്കിൽ ഇന്ന് പകലാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഈ പകലിൽ ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഏത് സമയമാണോ ആ സമയത്ത് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം ഇറങ്ങി വന്ന് പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരുപാട് കാലഘട്ടങ്ങൾ ഈ ജനം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലത്തെ ഒരു വിഷയത്തെ പരിഹരിക്കാൻ ആവർത്തിച്ച് ഉണ്ടാകുന്ന വിഷയത്തെ പരിഹരിക്കാൻ ദൈവം ഇറങ്ങി വരികയാണ്. ഉടയവൻ ഇറങ്ങി വരികയാണ്. ദൈവം തന്നെ നേരിട്ട് ഇടപെടാൻ വേണ്ടി പോകുകയാണ്. അതേ ദൈവം നേരിട്ട് നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. വിശ്വാസമുള്ളവരെല്ലാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ഒരു തീരുമാനം എടുത്താട്ടെ. പരിശുദ്ധനെ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ കഷ്ടതകളിൽ, ഞങ്ങളുടെ വേദനകളിൽ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് പരിഹാരകനായി തീരുന്ന നല്ല നായകനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന
ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ ഗൈഡൻസ് ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവാത്മാവിന്റെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് വിജയത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടെ. പിതാവേ, നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമഹത്വം കാണാനിട വരുത്തും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.